എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് എത്ര സീറ്റുകൾ UDF നേടും. എന്തായാലും UDF ആണ് അടുത്ത തവണ അധികാരത്തിൽ എത്തുക എന്നുള്ളത് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പൊതുവെ വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. എത്ര സീറ്റ് വരെ UDFന് കിട്ടും? LDF എത്രമാത്രം തകർന്നടിയും? BJP എത്ര സീറ്റാണ് കരസ്ഥമാക്കാൻ പോകുന്നത്? ഇതാണല്ലോ ഏറ്റവും പ്രധാനമായി എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം. ഇത് കുറച്ചു മുമ്പാണ് മലയാള മനോരമയുടെ ഒരു മെഗാ ഇലക്ഷൻ പ്രീപോൾ സർവേ, അതായത് സി വോട്ടർ മനോരമ സർവേ. സി വോട്ടർ മനോരമ സർവേ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി, അതായത് ഇന്നലെയും മെനയാന്നും ഇന്നും, ഈ 3 അതായത് 140 മണ്ഡലങ്ങളെ 3 മേഖലകളായി തിരിച്ചുകൊണ്ട് തെക്കൻ മേഖല, മധ്യമേഖല, വടക്കൻ മേഖല. അങ്ങനെ വടക്കൻ മേഖലയിൽ നിന്നാണ് ഇവരുടെ ഈ സർവേ തുടങ്ങിയത്. മെനയാന്ന് സർവേ വടക്കൻ മേഖല, അത് കഴിഞ്ഞ് ഇന്നലെ മധ്യമേഖല, ഇന്ന് തെക്കൻ മേഖലയും. അങ്ങനെ ഈ 3 മേഖലകളും കൂട്ടിച്ചേർത്തുകൊണ്ട് മലയാള മനോരമ സി വോട്ടർ സർവേ പ്രഖ്യാപിക്കുന്നു 81 സീറ്റ് വരെ UDFന് ലഭിക്കും. അതായത് അവർ പറയുന്നത് 69 മുതൽ 81 വരെ സീറ്റുകളാണ് കേട്ടോ. ഏറ്റവും മിനിമം 69, മാക്സിമം 81. അതാണ് ഇവരുടെ ഈ സർവേയിലെ വെളിപ്പെടൽ. LDF ആവട്ടെ 57 മുതൽ 69 വരെ. എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും 69, 70 എന്ന് പറയുന്ന ആ ഒരു മാജിക് നമ്പറിലേക്ക് എത്താൻ LDFന് കഴിയില്ല. അതേ സമയത്ത് തന്നെ LDF ആകെ തകർന്നടിഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ചിലരുടെ ഒക്കെ ഒരു നിരീക്ഷണവും തെറ്റാണ്. LDFന് ഇപ്പോഴും ശക്തമായ ഒരു അടിത്തറയുണ്ട്. പരമാവധി അവർക്ക് പക്ഷേ 69 സീറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. അതേ സമയത്ത് തന്നെ NDA 1 മുതൽ 5 വരെ സീറ്റുകൾ നേടുമെന്നും കൂടി അതിൽ പറയുന്നു. ഈ NDA എന്തായാലും 5 മുതൽ 10 വരെ സീറ്റ് കിട്ടുന്നൊക്കെ ഇവിടുത്തെ എന്താ പറയാ പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടതാണ്. പക്ഷേ ഈ സി വോട്ടർ സർവേയിൽ വളരെ കൃത്യമായി അവർ പറയുന്നു 1 മുതൽ 5 വരെ സീറ്റുകൾ. ആ 1 മുതൽ 5 വരെ സീറ്റുകൾ അവർ പറയുന്നത്, ഒന്ന് ഏറ്റവും ഉറപ്പിച്ച സീറ്റ് എന്ന് പറഞ്ഞാൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് നേമത്താണ് കേട്ടോ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയം ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് എവിടെയാണ്? കഴക്കൂട്ടത്ത് വി മുരളീധരന് ജയസാധ്യത. പാലക്കാട് ശോഭ, പിന്നീട് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ. അങ്ങനെ പക്ഷേ വട്ടിയൂർക്കാവിൽ ഇവരുടെ ഒരു സർവേ അനുസരിച്ച് ഇപ്പോഴും പ്രശാന്തിനാണ് അവിടെ ഒരു മേൽക്കൈയുള്ളത്. അങ്ങനെ പോകുന്നു. ഏതായാലും ഇത് യഥാർത്ഥത്തിൽ 14-ാം തീയതി മുതൽ 26-ാം തീയതി വരെ കേട്ടോ, ഈ മാസം 14-നും 26-നും ഇടക്കാണ് ഇവർ ഈ സർവേ നടത്തിയത്. 26-ന് ശേഷം നമുക്കറിയാം ഇന്ന് ഇപ്പൊ 31-ാം തീയതി രാത്രിയാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സർവേ കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഒരു 8 ദിവസം കൂടി ബാക്കി കിടക്കുന്നു. 9-ാം ദിവസമാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പൊ ഈ നമുക്ക് മുമ്പിൽ ഇനി ഒരു 8 ദിവസം ബാക്കിയുണ്ട്. 8 ദിവസം എന്തൊക്കെയാണ് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സർവേക്ക് ശേഷം ഒരു 4 ദിവസം 5 ദിവസം പിന്നിടുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ ഒരു സർവേയുടെ പ്രത്യേകത. മറ്റൊന്ന്, ഇവർ കണ്ടത് 89,693 പേരെയാണ്. 89,693 പേരെ ടെലിഫോണിൽ കൂടി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ഈ സർവേ നടത്തിയതെന്നാണ് ഇവർ പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഏത് പ്രീപോൾ സർവേക്കും കുറെ എന്താ പറയാ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഇതൊരു സൂചനയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. അതിൽ ഏറ്റവും പ്രധാനം BJPക്ക് അല്ലെങ്കിൽ NDAക്ക് 1 മുതൽ 5 വരെ സീറ്റ് മനോരമ സി വോട്ടർ സർവേ എന്ത് ചെയ്യുന്നു? അവര് പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ അവരതിന്റെ സൂചന നൽകുകയാണ്. അതേ അവസരത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നു 81 സീറ്റ്, പരമാവധി 81 സീറ്റ്. അതേസമയത്ത് LDF തലകുത്തി മറിഞ്ഞാലും അവർക്ക് എത്ര കിട്ടുള്ളൂ? പരമാവധി 69, കുറഞ്ഞത് 57. ഇതില് ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോ 8-9 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. ഈ 8-9 ദിവസത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഏതാണ്ട് ഊഹിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ ദിവസവും LDFന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും CPMന്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ ഇടിയുകയാണ്. അത് ഓരോ ദിവസം പത്രം കാണുമ്പോൾ നമുക്ക് കാണാം. അതേ അവസരത്തിൽ UDF ആവട്ടെ വളരെ കൃത്യമായ പ്രവർത്തന പദ്ധതികളോടെ പ്രചാരണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ്. ഇവിടെ LDFന് ഏറ്റവും വലിയ ഒരു തിരിച്ചടി സംഭവിക്കാൻ പോകുന്നത്, അവര്
SDPI ഉണ്ടാക്കുന്ന ഒരു അന്തർധാരയാണ് കേട്ടോ. ഇപ്പൊ ശിവൻകുട്ടി SDPIയോട് നേരിട്ട് അങ്ങോട്ട് ആവശ്യപ്പെട്ട അത്രേ SDPIയുടെ പിന്തുണ തനിക്ക് വേണം എന്ന് ശിവൻകുട്ടി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് SDPIയുടെ പ്രധാന നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ മറ്റു മണ്ഡലങ്ങളിൽ ഇവരെങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം അവർ പുറത്തുവിട്ടിട്ടില്ല. LDFന് ആണ് ഞങ്ങളുടെ പിന്തുണ എന്നുള്ള ഒരു പ്രഖ്യാപനവും അവർ നടത്തിയിട്ടില്ല. പക്ഷെ അവർ കൃത്യമായി പറയുന്നു ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അത് പക്ഷേ UDFനല്ല. കാരണം VD സതീശന്റെ ചില നിലപാടുകൾ എന്ന് പറഞ്ഞാൽ SDPIയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതായാലും UDFന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ തീർച്ചയായും. മാത്രമല്ല അവർ കൃത്യമായി അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് BJPയെ ജയിപ്പിക്കരുത്. BJP ജയിക്കാൻ പാടില്ല, ഒരു മണ്ഡലത്തിലും BJP ജയിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി അവരുടെ പിന്തുണ LDFന് തന്നെ നൽകുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേ അവസരത്തിൽ പിണറായി വിജയനോ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് ഒരു പത്രസമ്മേളനം നടത്തുന്നത്. MV ഗോവിന്ദനും ഈ പറയുന്ന പിണറായി വിജയനും ദേശീയ സെക്രട്ടറിയായ MA ബേബിയും ഏറ്റവും അവസാനത ബിനോയ് വിശ്വവും ഒക്കെ 3-4 ദിവസം മുമ്പ് വരെ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ ബിനോയ് വിശ്വം കൂടി പിണറായി വിജയന്റെ കണ്ണുരുട്ടലിൽ പേടിച്ചുകൊണ്ട് BJPയെ എന്താ പറയാ BJPക്ക് ഒരു സീറ്റും BJPക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് SDPI അങ്ങനെ ഒരു പിന്തുണ നൽകുകയാണെങ്കിൽ, വോട്ട് നൽകുകയാണെങ്കിൽ അതെന്തിനു നമ്മൾ വേണ്ട എന്ന് വെക്കണം എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പിണറായി വിജയൻ പറയുന്നില്ല, MV ഗോവിന്ദൻ പറയുന്നില്ല, ഐസക് പറയുന്നില്ല, MA ബേബി പറയുന്നില്ല, CPMൽ ആരും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ SDPIയുമായി ഇവര് ഇത്രയും കാലം UDFനെ കുറ്റപ്പെടുത്തുകയായിരുന്നു അല്ലേ. ജമാഅത്തെ ഇസ്ലാമിയാണ് ഏറ്റവും വലിയ വർഗീയ വിപത്ത്, മതരാഷ്ട്രവാദികളാണ്, അവരുടെ വെൽഫെയർ പാർട്ടി, ഇതുമായിട്ട് UDF ചങ്ങാത്തത്തിലാണ് എന്നൊക്കെ പറഞ്ഞവര് അതിനേക്കാൾ അങ്ങേപ്പുറത്തെ മതഭീകരതയുടെ പര്യായമായ പോപ്പുലർ ഫ്രണ്ടും അവരുടെ രാഷ്ട്രീയ സംഘടനയായ SDPIയും. നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായ അഭിമന്യു എന്ന് പറയുന്ന സഖാവിനെ കുത്തിക്കൊന്നു അല്ലേ. കൊന്നതാരാണ്? ഈ PFIയുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടാണ്. അതിന്റെ ഒന്നാം പ്രതിയെ ഇപ്പോഴും പിടികൂടിയിട്ടില്ല. മറ്റൊന്ന് നമ്മുടെ കൈവെട്ട് കേസ് അല്ലേ, ഒരു ചോദ്യപേപ്പറിലെ ഒരു വിവാദ പരാമർശത്തിന്റെ പേരിൽ അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം. അങ്ങനെ അതിഭീകരമായ അവരും മലരും കരുതിക്കോ അല്ലെ, അങ്ങനെ ഒരു മുദ്രാവാക്യം ഇപ്പോൾ നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. കുന്തിരിക്കവും കരുതിക്കോ, അവരും മലരും കരുതിക്കോ, നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്ന് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുപോലും മുദ്രാവാക്യം വിളിപ്പിച്ച SDPIക്കാർ. അവരുമായി CPM ചങ്ങാത്തത്തിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല, അവരുടെ വോട്ട് തങ്ങൾക്ക് വരട്ടെ എന്ന് പറയുമ്പോ സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നത് CPMലെ ഹൈന്ദവ വോട്ടുകൾ വീണ്ടും പുറത്തേക്ക് ഒഴുകുകയാണ്. അതാണ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാനിരിക്കുന്നത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ, ഈ ഒരു സർവേയുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ശബരിമല സ്വർണ്ണക്കൊള്ള കുറച്ച് ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള അങ്ങനെ ഒരു വലിയ വിഷയമായി ആരും ഉയർത്തിക്കൊണ്ടുവരുന്നതൊന്നും നമ്മൾ കാണില്ല. പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രചാരണവുമായി ബന്ധപ്പെട്ട് സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് ജനങ്ങൾ മുഴുവൻ ശക്തമായി വിളിച്ചു പറഞ്ഞതോടുകൂടിയിട്ട്, പ്രത്യേകിച്ചും നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ശബരിമലയെ കുറിച്ച് പറഞ്ഞില്ല, രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്, തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇനിയും നരേന്ദ്രമോദി വീണ്ടും വരുന്നുണ്ട്. അപ്പം പറയാതിരിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് കേട്ടോ. അപ്പോഴാണ് ഈ അപ്പം ഗോവിന്ദൻ വന്നുകാണ്ട് പറയുന്നത്, ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നു സോണിയാഗാന്ധിയാണ്, മറ്റേ അടൂർ പ്രകാശാണ് എന്ന് പറഞ്ഞ് ഇയാളുടെ പഴയ പല്ലവി ഉണ്ടല്ലോ, എന്തായിരുന്നു സോണിയയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ പൊട്ടന്മാരല്ല. അതായത് പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണെന്നൊക്കെ ഇവർ പറയുന്നു. ശരി തന്നെ ആയിരിക്കാം, KC വേണുഗോപാല് ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന കാലത്താണ് പോറ്റി വന്നു കൂടിയത്. ശരി തന്നെ. ഈ സോണിയന്റെ വീട്ടിൽ പോയി കണ്ട് സോണിയക്ക് ചരടോ എന്തോ കയ്യിൽ കെട്ടിക്കൊടുത്തു. കൂടെ ഗോവർദ്ധൻ ഉണ്ടായിരുന്നു, കൂടെ അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു, ആന്റോണി ഉണ്ടായിരുന്നു, ഒക്കെ ശരി തന്നെ. പക്ഷെ ആ കാലത്തൊന്നും പോറ്റി ഒരു അപകടകാരിയായ ഇത്തരത്തിൽപ്പെട്ട ഒരു സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമാണ് എന്ന് ആർക്കും അറിയില്ല. അപ്പം ഇത് എന്തിന് സോണിയൊക്കെ കുറ്റപ്പെടുത്തേണ്ട കാര്യം, KC വേണുഗോപാലിന് കുറ്റപ്പെടുത്തേണ്ട കാര്യം? KC വേണുഗോപാലിന് അറിയോ ഈ വർഷങ്ങൾക്ക് ശേഷം പോറ്റി സ്വർണ്ണക്കൊള്ള നടത്താൻ പോകുകയാണെന്ന് KC വേണുഗോപാലിന് അറിയോ?
പോറ്റി നേരത്തെ തന്നെ വന്നേ. പക്ഷെ പോറ്റിയെ ഈ സ്വർണം കൊള്ള നടത്താൻ അനുവദിച്ചതാരാണ്? ആരാണ് ഇതിന് പോറ്റിയെയും കൂടി ചേർത്തുകൊണ്ട് സ്വർണം ചെമ്പാക്കി മാറ്റിയത്? ഒക്കെ സഖാക്കന്മാരാണ്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഇവരുടെ കള്ളക്കളി പൊളിയുന്നത്. കാരണം പോറ്റി നേരത്തെ വന്നിട്ടുണ്ടാവാം. ഇനി പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണെങ്കിൽ ആവട്ടേനെ, പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്. പക്ഷെ അന്നൊന്നും പോറ്റി അപകടകാരിയല്ല. പോറ്റി അപകടകാരിയാകുന്നത്, പോറ്റി ഈ കൊള്ള നടത്തുന്നത് എപ്പോഴാണ്? പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷമാണ്. കടകംപള്ളി ഇതിന്റെ ദേവസ്വം മന്ത്രി ആയ ശേഷമാണ്. വാസവൻ ഇതിന്റെ മന്ത്രിയായ ശേഷമാണ്. PS പ്രശാന്തും ഈ പറയുന്ന പത്മകുമാറും ഒക്കെ വാസുവും ഒക്കെ ദേവസ്വം പ്രസിഡന്റുമാരായ ശേഷമാണ്. എന്ന് പറഞ്ഞാൽ CPM തന്നെയാണ് സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് ഈ വരുന്ന ദിവസങ്ങളിൽ ശക്തമാകാൻ വേണ്ടി പോവുകയാണ്. അതേ അവസരത്തിലാണ് SDPIയുമായി CPM സഖ്യമല്ല, ഒരു അന്തർധാര ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും CPMൽ നിന്ന് കൂടുതൽ വോട്ടുകൾ പുറത്തേക്ക് ഒഴുകുകയാണ്. ഒരുപക്ഷെ ഈ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പം ഈ സർവേയിൽ പറഞ്ഞ കോൺഗ്രസിന് UDFന് 81 സീറ്റുകൾ കിട്ടുമെന്നുള്ളത് ഒരുപക്ഷെ 81ൽ നിന്ന് 90ലേക്ക് വരെ ഇത് വർദ്ധിച്ചേക്കാം. അതേപോലെ തന്നെ BJPയുടെ 1 മുതൽ 5 വരെ എന്നുള്ളത് ഒരുപക്ഷെ 6, 7, 8 ആയി വർദ്ധിച്ചേക്കാം. അതേ അവസരത്തിൽ തന്നെ CPMന്റെ ഈ പരമാവധി 69 എന്നുള്ളത് ഒരു 60ലേക്കോ 55ലേക്കോ താഴ്ന്നേക്കാം. അതിനെ സാധ്യതയുള്ളൂ. ആ രീതിയിലാണ് നമ്മുടെ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാത്രിയിലെ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പം UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് മനോരമ സീ വോട്ടർ സർവേ. ഇനി നമുക്ക് ഓരോ ദിവസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ദിവസവും നാളെ മുതൽ വളരെ കൃത്യമായി ഓരോ ദിവസവും ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ഓരോ ദിവസവും ഈ ഒരു സീറ്റ് നില എങ്ങനെയാണ് കൂടാനും കുറയാനും ഒക്കെ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പില് ഒരു വിഭാഗം ആൾക്കാരൊക്കെ എപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട്, എന്റെ വോട്ട് UDFന്, എന്റെ വോട്ട് LDFന്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ വോട്ടർമാരും അവരുടെ മനസ്സിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ ഈ വരുന്ന ദിവസങ്ങളിലാണ് അവര് അന്തിമമായി തീരുമാനമെടുക്കുക. അന്തം കമ്മികളല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയ അടിമകളല്ലാത്ത സ്വതന്ത്രമായി നിൽക്കുന്ന ആൾക്കാർ ഈ വരുന്ന ഒരു 6, 7, 8 ദിവസത്തിനുള്ളിലാണ് അവരെ അന്തിമമായ തീരുമാനം എടുക്കാൻ പോകുന്നത്. ആരാണ് അധികാരത്തിൽ വരേണ്ടത്? അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 7, 8 ദിവസങ്ങൾ അതിനിർണായകമാണ്. ആ നിർണായകമായ ദിവസത്തിൽ ഇവിടെ ഏറ്റവും അധികം കാഷ്വാലിറ്റി ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ LDFനാണ്, അതിൽ തന്നെ CPMനാണ്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ രാത്രി എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം.